ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി എന്റെ ബാലഗോപാലനെ എണ്ണതേപ്പിക്കുമ്പം പാടടി. ഈ പാട്ടും ഈ സീനും എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പം നമ്മുടെ കുഞ്ഞു വാവകളെ, അതായത് നവജാത ശിശുക്കളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് എപ്പോൾ കുളിപ്പിക്കണം, എങ്ങനെ കുളിപ്പിക്കണം, ഈ പറഞ്ഞ പോലെ നന്നായിട്ട് എണ്ണ തേപ്പിച്ചൊക്കെ കുളിക്കണം എന്നിങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ എല്ലാ അമ്മമാർക്കും അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? നമസ്കാരം, ഞാൻ ഡോക്ടർ അമലവും ബാബു, കുട്ടികളുടെ ഡോക്ടറാണ്. ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടി ഡോക് വിത്ത് കുട്ടി ടോക്സ്. സോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക നവജാത ശിശുക്കളെ എങ്ങനെ കുളിപ്പിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, കുഞ്ഞുങ്ങൾ ജനിച്ച് നമ്മുടെ കയ്യിലോട്ട് ഇങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, അവരുടെ ശരീരത്തിൽ ഒരു വെള്ള നിറത്തിലുള്ള ഒരു നേർത്ത പാട പോലൊരു സബ്സ്റ്റൻസ് കാണും. ഇത് മെഡിക്കലി വെർണിക്സ് കേസിയോസ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യമൊക്കെ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നി അതിനെ നമ്മൾ ഇളക്കി കളയാനും നന്നായിട്ട് തുടച്ച് കളയാനും ഒക്കെ നോക്കും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇത് കുഞ്ഞുങ്ങളുടെ ആദ്യ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് സ്കിന്നിലുള്ള പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ അവരുടെ ശരീരത്തിലെ ചൂടിനെ നിയന്ത്രിക്കാനും അതുപോലെ ഒരു പരിധി വരെ ഇൻഫെക്ഷനിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ തരുന്ന ഒരു കാര്യമാണ്. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ കുഞ്ഞു ജനിച്ച് വരുമ്പോഴേ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കുളിപ്പിച്ചിട്ടായിരുന്നു നമുക്ക് കുഞ്ഞുങ്ങളെ തന്നുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ അങ്ങനെ ഒന്നും ഫോളോ ചെയ്യുന്നില്ല. ഇപ്പോൾ കുഞ്ഞ് ജനിച്ച ഉടനെ അധികമായിട്ടുള്ള വെള്ളമോ ഈർപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് തുടച്ചിട്ട് പൊതിഞ്ഞ് അമ്മയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്നാണ് കുഞ്ഞിനെ കുളിപ്പിക്കേണ്ടത്? നമ്മൾ ഡിസ്ചാർജ് ആയി വീട്ടിൽ പോകുന്നതിന് മുന്നേ അമ്മമാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഐഡിയലി നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കിൻ ഒന്ന് മെച്യൂറായിട്ട് വരാനായിട്ട് ഒരാഴ്ചയെങ്കിലും സമയമെടുക്കും. അതുവരെ അവരുടെ സ്കിന്ന് ഭയങ്കര ഡെലിക്കേറ്റ് ആൻഡ് സോഫ്റ്റ് ആണ്. സോ അവരുടെ സ്കിന്നിനെ അധികം ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് കോട്ടണോ നല്ല വൃത്തിയുള്ള തുണിയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാവുന്നതാണ്. അതല്ല നമുക്ക് എന്തെങ്കിലും ചടങ്ങുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൈറ്റായിട്ടൊന്ന് കുളിപ്പിച്ചെടുക്കാം. പക്ഷേ കഴിവതും പുക്കിൾക്കുടിയുടെ ഭാഗത്ത് അധികം വെള്ളമോ ഈർപ്പോ ഒന്നും ഇരിക്കാതുള്ള രീതിയിൽ വേണം കുളിപ്പിക്കാനായിട്ട്. സോ നമ്മൾ ഐഡിയലി പറയുന്നത് പുക്കിൾക്കൊടി വീണതിന് ശേഷം അല്ലെങ്കിൽ പുക്കിൾക്കൊടി നന്നായി കരിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ നല്ല രീതിയിൽ നമ്മൾ മുക്കി കുളിപ്പിക്കുന്നത് നന്നായിട്ട് ചെയ്യാം. അല്ലാത്ത പക്ഷം നമ്മൾ കുളിപ്പിക്കുന്ന സമയത്ത് അവിടെ കുറച്ച് വെള്ളമൊക്കെ കെട്ടി നിൽക്കുകയും ഇൻഫെക്ഷനൊക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഇനി കുഞ്ഞിനെ എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത്? നമുക്കറിയാം, ഇപ്പം ആദ്യത്തെ കുഞ്ഞൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കുളിപ്പിക്കാനൊന്നും അറിയില്ലെങ്കിൽ നമുക്ക് ചിലപ്പം വീട്ടിലുള്ള പ്രായമായിട്ടുള്ള അമ്മമാരോ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ആരെങ്കിലും ഒക്കെ അറേഞ്ച് ചെയ്യുക അല്ലേ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനായിട്ട്. അപ്പം നമ്മൾ റുട്ടീനിൽ കാണുന്ന ഒരു സമ്പ്രദായമാണ് കുഞ്ഞിനെ അങ്ങോട്ട് തുറന്ന് കിടത്തി കുറച്ച് പാത്രത്തിൽ എണ്ണ എടുത്തിട്ട് കുഞ്ഞിൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ ഒഴിക്കുക, അല്ലെങ്കിൽ തലയിൽ കൂടെ ഒക്കെ ഒഴിച്ച് നല്ലപോലെ അങ്ങോട്ട് മസാജിങ് പരിപാടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒരു കാര്യം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കുഞ്ഞു വാവ ശരീരത്തിൻ്റെ ചൂടിൻ്റെ കൺട്രോൾ ഭയങ്കര വേരിയിങ് ആണ്. സോ നമ്മളിങ്ങനെ ഒരുപാട് നേരം അവരിങ്ങനെ തുറന്നു വയ്ക്കുന്ന സമയം കൊണ്ട് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ എണ്ണ എടുത്തിട്ട് ഈ ആൾക്കാർ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം തലയിലോട്ടൊക്കെ നന്നായിട്ട് തേച്ചിട്ട് തലയെല്ലാം ഇങ്ങനെ പിടിച്ചൊരു ഞെക്കുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ എന്തോ പറയും, തലയൊക്കെ നല്ല ഷേപ്പിൽ വളർന്നു വരാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? സത്യത്തിൽ ഒരു കാര്യമില്ല. കുഞ്ഞുങ്ങളുടെ തല എങ്ങനെയാണോ വളരേണ്ടത്, നമ്മൾ എത്ര ഞെക്കിയാലും പിടിച്ചാലും അത് അങ്ങനെ തന്നെ വളരത്തുള്ളൂ. അതുപോലെ തന്നെ ഈ മൂക്കിൻ്റെ ഭാഗമൊക്കെ പിടിച്ചിട്ട് ഇത് ഇങ്ങനെയൊരു ഞെക്കൊക്കെ ഉണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ മൂക്ക് നല്ല ഷേപ്പായിട്ട് വരാനായിട്ടാണെന്ന് പറയും. നമ്മളിങ്ങനെ ഒന്നും ചെയ്തുകൊണ്ടൊരു കാര്യമില്ല. നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും അതുപോലെ തന്നെ ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് കുഞ്ഞിൻ്റെ മുഖം എങ്ങനെയാണോ വരേണ്ടത് അങ്ങനെ തന്നെ വരും. പിന്നെ വേറൊരു കാര്യം, ഈ തല ഒഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചില കുഞ്ഞുങ്ങൾ തലയുടെ സൈഡിലായിട്ട് ചെറിയ തടിപ്പോ ചെറിയ മുഴ പോലെയൊക്കെ നമുക്ക് കാണാം. അത് ഈ പ്രഗ്നൻസിയോട് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പ്രഷർ കാരണം തലയിൽ ചെറിയ വെള്ളക്കെട്ട് ഉണ്ടാവും. ചിലപ്പം ബ്ലീഡിങ്, അതായത് ചെറിയൊരു ഹെമറ്റോമ ആവാം. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ പിടിച്ച് വല്ലാത്ത രീതിയിൽ പ്രസ് ചെയ്യുകയും ഞെക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമായിരിക്കും ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ തിരുമുകാരുടെ മെയിൻ ഏരിയയാണ് നെഞ്ച്, കയ്യും കാലം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നെഞ്ചിൽ നമുക്ക് നോക്കുമ്പോൾ ചില കുഞ്ഞുങ്ങളിൽ ഈ സ്ഥലങ്ങളിൽ ചെറിയ വീക്കം കാണാം, അതായത് ഈ മാറിൻ്റെ ഭാഗത്ത് ചെറിയ തടിപ്പ് പോലെ കാണാം. അത് ശരിക്കും നമ്മുടെ അമ്മയുടെ ഹോർമോണിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് അവിടെ പാല് കെട്ടി നിൽക്കും, ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ പിടിച്ച് ഉടച്ച് ഞെക്കി പീച്ചുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലെ അഴുക്കും നഖം കൊണ്ടും അവിടെയൊക്കെ ധാരാളം ഇൻഫെക്ഷനും സെക്കൻഡറി ഇൻഫെക്ഷനും വരാം. ആ ചെറിയ തടിപ്പ് മാറി അവിടെ വലിയ തടിപ്പും പഴുപ്പും വരാം. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരാം, കുഞ്ഞിന് പനി വരാം, ചിലപ്പോൾ അത് കീറിയെടുക്കേണ്ട അവസ്ഥ വരെ വരാം. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ദയവായി അങ്ങനെ ഒന്നും ചെയ്യരുത്. ആ ഒരു തടിപ്പ് അത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ മാറുന്നതായിരിക്കും. ഇനി അവരുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കൈയും കാലുമാണ്. കൈയും കാലും നമ്മൾ ഈ ഫിസിയോതെറാപ്പിയിലും ജിമ്മിലും ഒക്കെ
ചെയ്യുന്നത് പോലെ തിരിക്കുന്നു, മടക്കുന്നു, ഓടിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നത് കാണാം അല്ലേ. അപ്പം ഒരു കാര്യം പറയാനായിട്ടുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ, അതായത് നവജാത ശിശുക്കളുടെ കാലിൽ ഒരു നോർമലി ചെറിയൊരു വളവുണ്ട്. അതിനെ നമ്മൾ ഫിസിയോളജിക്കൽ ബോയിങ് എന്നാണ് പറയുന്നത്. അത് കുറച്ച് നാളുകൾക്ക് ശേഷം അവർ നടന്നു തുടങ്ങുന്ന സമയത്തൊക്കെ അത് മാറുന്നതായിരിക്കും. പിന്നെ ഈ നടക്കുന്ന പ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഈ വളവൊക്കെ കാണുവാണെങ്കിൽ നമ്മൾ വൈറ്റമിൻ ഡിയുടെ കുറവോ റിക്കറ്റ്സോ എന്തെങ്കിലും ആണോ എന്നൊക്കെ ഒന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അത് വേറെ തന്നെ ഒരു കാര്യമാണ്. പക്ഷെ ചെറിയ വാവൽ ഇത് നോർമലി കാണുന്ന ഒരു കാര്യമാണ്. സോ അതിനെ നമ്മൾ ഇട്ട് വലിച്ച് ഉടച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഒരുപാട് ബലമൊക്കെ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫ്രാക്ചർ ഉണ്ടാവാനോ അല്ലെങ്കിൽ ജോയിൻസ് ഡിസ്ലൊക്കേറ്റ് ആവാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ എടുത്തിട്ട് ജെന്റിലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് താഴെയുള്ള സമയത്തിൽ കുളിപ്പിച്ചെടുക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് അത്രയും ചെളിയ അഴുക്കൊന്നും ഇല്ല അല്ലേ. അപ്പോൾ ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് കുളിപ്പിച്ചിട്ടെടുത്താൽ മതിയാവും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ട്സുകളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. Until then, this is Dr. Amla signing off. Take care and bye-bye.